1985 ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:12 ടോക്കിയോ ഹനേഡ എയർപോർട്ട്. ജപ്പാൻ എയർലൈൻസ് 123 ഒരു ബോയിങ് 747 റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. വിമാനത്തിൽ 509 യാത്രക്കാരും 15 ക്രൂ അംഗങ്ങളും. ആകെ 524 പേരുണ്ടായിരുന്നു. വെറും കുറച്ചു മിനിറ്റുകൾക്കകം വിമാനത്തിൻ്റെ ഭാവി പൂർണ്ണമായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. എൻജിൻ ശബ്ദം, രാത്രിയിലേക്ക് മാറുന്ന ആകാശം, സ്ഥിരതയോടെ ഉയരുന്ന വിമാനം, എല്ലാം സാധാരണ. എന്നാൽ ടേക്ക് ഓഫ് എടുത്തതിന് 12 മിനിറ്റുകൾക്ക് ശേഷം വിമാനത്തിൻ്റെ പിറകുവശത്ത് ഭീകരമായ ഒരു ശബ്ദം. വെർട്ടിക്കൽ പ്രഷർ ബൾക്ക് ഹെഡ് ഭേദപ്പെട്ട് പൊട്ടി തുറന്നു. 7 വർഷങ്ങൾക്ക് മുൻപ് ടെയിൽ സ്ട്രൈക്ക് അപകടത്തിന് ശേഷം ബോയിങ് ചെയ്ത റിപ്പയർ ശരിയായ രീതിയിൽ ചെയ്തിരുന്നില്ലെന്ന് പിന്നീട് കണ്ടെത്തി. ആ റിപ്പയറിലെ ചെറിയ വീഴ്ച തന്നെയാണ് ഈ ദുരന്തത്തിൻ്റെ യഥാർത്ഥ തുടക്കം. ബൾക്ക് ഹെഡ് പൊട്ടിയതോടെ വിമാനത്തിൻ്റെ പിറകുവശത്തുണ്ടായിരുന്ന എല്ലാ 4 ഹൈഡ്രോളിക് സിസ്റ്റങ്ങളും ഒരേ സമയം ഫെയിലായി. ബോയിങ് 747ൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഏവിയേഷൻ ലോകത്ത് ഏറ്റവും അപൂർവമായും ഏറ്റവും ഭയാനകവുമായും കണക്കാക്കാവുന്ന അവസ്ഥ. ഹൈഡ്രോളിക്സ് സീറോ. എയ്ലറോൺസ്, എലവേറ്റർ, റഡാർ ഒന്നും പ്രതികരിച്ചില്ല. മുഴുവൻ കൺട്രോൾസ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായി. ക്യാപ്റ്റൻ മസാമി ടാക്കാമയും ഫ്ലൈറ്റ് ക്രൂവും അത്യന്തം ഭയാനകമായ സാഹചര്യത്തിലേക്ക് വീണു. ഇടത്, വലത്, ഉയരം, ദിശ ഒന്നും കമാൻഡ് എടുക്കുന്നില്ല. അതിനാൽ അവർ എൻജിൻ ത്രസ്റ്റ് ഉപയോഗിച്ച് വിമാനം തിരിക്കാനും ഉയർത്താനും താഴ്ത്താനും ദാരുണമായ ശ്രമം നടത്തി. ഏവിയേഷനിൽ പാഠപുസ്തകത്തിൽ പോലും കാണാത്ത ഇമ്പോസിബിൾ ടു ഫ്ലൈ എന്ന് വിളിക്കുന്ന അവസ്ഥ. പൈലറ്റ് കൺട്രോൾ സെൻറ്ററിലേക്ക് നിരാശയോടെ സന്ദേശം അയച്ചു. കൺട്രോൾ നോട്ട് വർക്കിംഗ്. ടോട്ടൽ ഫെയിലിയർ. വി ആർ അണേബിൾ ടു കൺട്രോൾ. ഓരോ സെക്കൻഡും ഹൃദയം തകർക്കുന്ന അവസ്ഥ. വിമാനം എന്തായാലും തിരികെ കൊണ്ടുവരാനായി ടോക്കിയോ ബേസിനടുത്തുള്ള ഓസോൺ VOR പോയിന്റിനെ ലക്ഷ്യമിട്ട് അവർ ഒരു മഹത്തായ പോരാട്ടം ആരംഭിച്ചു. വിമാനം ആകാശത്ത് ക്രൂരമായി ഓസിലേഷൻ ചെയ്തു. നിയന്ത്രണമില്ലാതെയാണ്. ഉയരുന്നു, താഴുന്നു, ഇടത്തേക്ക് വീഴുന്നു, വലത്തേക്ക് വീഴുന്നു. മുഴുവൻ 34 മിനിറ്റിലേറെ വിമാനം ജീവൻ നിലനിർത്താൻ മാത്രം വായുവിൽ പൊരുതുകയായിരുന്നു. ബോയിങ് 747ൻ്റെ സിസ്റ്റംസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ആ പൈലറ്റുകളുടെ പോരാട്ടം എത്ര അസാധ്യമായിരുന്നുവെന്ന് വ്യക്തമായി തോന്നും. 747ൽ ഫ്ലൈറ്റ് കൺട്രോൾ സർഫസ് പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും ഹൈഡ്രോളിക് സിസ്റ്റംസ് വഴിയാണ്. ഒരു സിസ്റ്റം ഫെയിലാണെങ്കിൽ മറ്റുള്ള 3 സിസ്റ്റങ്ങൾ ബാക്കപ്പായി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ബോയിങ് 747 ലോകത്തിലെ ഏറ്റവും സുരക്ഷിത വിമാനങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നത്. എന്നാൽ ഫ്ലൈറ്റ് 123ൽ നടന്ന റിപ്പയർ മിസ്റ്റേക്ക് മൂലം ബൾക്ക് ഹെഡ് റപ്ചർ, എക്സ്പ്ലോസീവ് ഡികംപ്രഷൻ എല്ലാം ഒരേ സമയം ഫെയിലായി. ഏവിയേഷനിൽ ഇത് ഹൈഡ്രോളിക് ക്വാഡ്രപ്പിൾ ഫെയിലിയർ എന്നാണ് അറിയപ്പെടുന്നത്. അത്യപൂർവം, ശരാശരിയായി അസാധ്യം. പക്ഷേ അത് ഫ്ലൈറ്റ് 123ൽ സംഭവിച്ചു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ക്യാപ്റ്റൻ ടാക്കഹാമ ഗീവ് അപ്പ് ചെയ്തില്ല. ഒരു പൈലറ്റ് ചെയ്യേണ്ടതിൽ ഏറ്റവും ഉയർന്ന നില, ജീവന് നേരിട്ടുണ്ടായ ഭീഷണിയുടെ നടുവിലും എയർക്രാഫ്റ്റ് സേവ് ചെയ്യാൻ അവസാന സെക്കൻഡ് വരെ പോരാടുക. അതാണ് അദ്ദേഹം ചെയ്തത്. 34 മിനിറ്റ് നീണ്ട മാനസിക പീഡനം. ഫ്ലൈറ്റ് റെക്കോർഡറിലും കോക്പിറ്റിലും കേൾക്കുന്ന ക്രൂവിൻ്റെ പോരാട്ടവും. കേൾക്കുമ്പോൾ പോലും കണ്ണുകൾ നിറയുന്ന തരത്തിലുള്ള വികാരം. ഫ്ലൈറ്റ് റെക്കോർഡറിൽ കേട്ട ഒരു വാചകം ഇന്നും ഏവിയേഷൻ ലോകത്തെ വിറപ്പിക്കുന്നു. പാസഞ്ചേഴ്സ് ഓൺ ബോർഡ്, സ്റ്റേ സ്ട്രോങ്. പക്ഷേ എയർക്രാഫ്റ്റ് ഫുജി പർവ്വത പ്രദേശങ്ങളിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിറങ്ങുകയാണ്. വൈകുന്നേരം 6:56 വിമാനം നിയന്ത്രണമില്ലാതെ ഇരുണ്ട പർവ്വതദേശങ്ങളിലേക്ക് താഴെ ഇറങ്ങുന്നതായി റഡാറിൽ കണ്ടു. അവസാന ശ്രമമായി ക്രൂ എൻജിൻസിനെ ഫുൾ ത്രസ്റ്റ് നൽകി പുള്ളപ്പ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഭൂമിയുമായുള്ള അകലം വളരെ കുറവായിരുന്നു. ജപ്പാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ നിമിഷം. 524 പേരിൽ 4 പേർ മാത്രം അത്ഭുതമായി രക്ഷപ്പെട്ടു. അവരിൽ ഒരാൾ 12 വയസ്സുള്ള കുട്ടി. രക്ഷാപ്രവർത്തകർ മരിച്ചവരുടെ ശരീരങ്ങൾക്കിടയിൽ ജീവനുള്ളവരെ കണ്ടപ്പോൾ അവർ പോലും ഞെട്ടിപ്പോയി. ഈ ദുരന്തത്തിന് ശേഷം ഏവിയേഷൻ ലോകം വലിയ പാഠങ്ങൾ പഠിച്ചു. ബോയിങ് 747 മെയിൻ്റനൻസ് ആൻഡ് ഇൻസ്പെക്ഷൻ സ്റ്റാൻഡേർഡുകൾ
കർശനമായി പുതുക്കി. ബോയിങ് 747 സിസ്റ്റംസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ഏവിയേഷൻ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ലോകമെമ്പാടുമുള്ള ഫ്ലൈറ്റ് അക്കാദമികളിൽ നിർബന്ധമാക്കി. ഒരു ചെറിയ റിപ്പയർ മിസ്റ്റേക്ക് എത്ര വലിയ ദുരന്തത്തിലേക്ക് നയിക്കാമെന്ന ഫ്ലൈറ്റ് 123 ഏവിയേഷൻ ചരിത്രത്തിൽ എന്നേക്കുമായി എഴുതിവെച്ചു. ഈ വിമാന ദുരന്തം ഏവിയേഷൻ ചരിത്രത്തിൽ ഏറ്റവും വേദനയോടെ ഓർക്കുന്നു. കാരണം 34 മിനിറ്റ് മുഴുവൻ എയർക്രാഫ്റ്റ് ജീവൻ നിലനിർത്താൻ പോരാടി. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രം ബ്ലേ സ്റ്റോറീസ്.